നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ ആക്രമിച്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളൊക്കെ തുടരുകയാണ്. ഓരോ പ്രതികൾക്കും ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നൊരു ആവശ്യവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സാറിന് രാജേന്ദ്രൻ സാർ അങ്ങേക്ക് തോന്നുന്നത്? ഈ വിഷയത്തിൽ പ്രതികളെ മാക്സിമം കഴിവിൻ്റെ പരമാവധി സംരക്ഷിക്കാനുള്ള ശ്രമം നടക്കുകയാണോ? എന്താണ് തോന്നുന്നത്? വധശ്രമക്കുറ്റത്തിന് ഒരു പ്രതിക്കും അങ്ങനെ ജാമ്യം കൊടുക്കാൻ പാടുള്ളതല്ല. അതാണ് പൊതു നിയമം. ഗീനാകുമാരി എന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമം എന്തായാലും ശരി, പൊതു നിയമം അതാണ്. അവർ കോടതിയോട് ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ നിന്ന് വിടുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഹരീഷ് കുമാർ എന്ന് പറയുന്ന പ്രതിക്ക് 9ാം പ്രതിയാണ് അദ്ദേഹത്തിന് ഈ ജാമ്യം കിട്ടുന്നത്. ഒരിക്കലും അനുവദിക്കത്തക്ക ഒരു പ്രവണതയല്ലത്. അതുകൊണ്ട് സംസ്ഥാന പോലീസ് ഇവരെ മാറ്റണം എന്നാവശ്യപ്പെടുന്നത് ശരിയായ ദിശയിലുള്ള നീക്കം തന്നെയാണ്. ഇതേ ആവശ്യം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഉന്നയിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, അവരെന്ത് തെറ്റാ ചെയ്തത്? അവരവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു, അല്ലാതെ അനാവശ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ബന്ധപ്പെട്ട രീതിയിൽ തന്നെ റെയ്ഡ് നടത്തുമ്പോൾ ആരും മുൻകൂട്ടി അറിയിക്കാറില്ല. അങ്ങനെ റെയ്ഡ് നടത്തി ഇന്ത്യയിലെ ഏതൊരു പൗരനും ബാധകമാണ്. അവർ റെയ്ഡ് നടത്തിയാൽ രേഖകൾ കൊടുക്കണം, ഫോൺ കൈമാറണം, ഇതെല്ലാം ചെയ്യേണ്ടതാണ്. കാരണം ഒരു എന്തെങ്കിലും സംശയം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു കേസ് നിലവിലുള്ളത് കൊണ്ടാണ് ഈ റെയ്ഡ് നടക്കുന്നത്. അത് ഇന്ത്യൻ ഭരണഘടനയുടെയും ഇന്ത്യൻ നീതിശാസനയുടെയും ഭാഗമാണ്. ഭാരതീയ ന്യായശാസന എന്ന് പറയുന്ന BNSൻ്റെയും ഭാഗമാണ്. അപ്പോൾ നിയമത്തെ അനുസരിക്കുന്ന, നിയമത്തിന് വിധേയനായിട്ട് നമ്മുടെ ജനാധിപത്യം ആസ്വദിക്കുന്ന ഏതൊരു പൗരനും ഇത് കൊടുക്കാൻ ബാധ്യസ്ഥതയാണ്. പൗരന്മാർക്ക് അവകാശങ്ങൾ മാത്രമല്ല കടമകളുമുണ്ട്. ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ മതിയായ രേഖകൾ എല്ലാം തന്നെ പറയേണ്ടത് രാഷ്ട്രത്തോട് തന്നെ നിങ്ങൾ പറയുന്നതിന് തുല്യമാണ്. കാരണം ഇതിലൊരു തെറ്റ് അന്തർഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു കൃത്യം അവർ നടത്തിയതിൽ ഒരപാകവും പിണറായി വിജയൻ പോലും ചൂണ്ടിക്കാണിച്ചിട്ടില്ല, വീണാ വിജയനും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അവിടെ എന്തെങ്കിലും ഒരു അട്രോസിറ്റി നടന്നതായിട്ട് അവരാരും പരാതിപ്പെട്ടിട്ടില്ല. എന്നു മാത്രമല്ല, നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞത് അവരെന്നോട് ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കേണ്ടവരോട് മാത്രം ചോദിച്ചിട്ടവർ പോയി ഇതുവരെ പിണറായി വിജയനോടൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. എന്നിരിക്കെ പാർട്ടിയിലെ ഒരു അംഗം പോലും അല്ലാത്ത വീണാ വിജയൻ്റെ പേരിൽ ഈ കോലാഹലം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാപ്പ കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ തെമ്മാടിത്തം അവിടെ അരങ്ങേറിയതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഇതിൽ പ്രതികളാവേണ്ടതാണ്. ഇപ്പോൾ എല്ലാവരെയും ഒന്നും പ്രതികളാക്കിയിട്ടില്ല. ഇവർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ചെയ്തതെന്ന് ഇവർ പറയുമ്പോൾ മാത്രമാണ് അവരെ കൂടി അറസ്റ്റിലാവുക, ആസൂത്രണം ചെയ്തവരെ കൂടി അറസ്റ്റിലാവുക. അപ്പോൾ അതിൻ്റെ നിർണായകമായ കണ്ണികളാണ് ഈ 9 പേര്, 9ാമത്തെ പ്രതി ഉൾപ്പെടെയുള്ളവർ. അവരെ അങ്ങ് വിടുക എന്ന് വളരെ ലാഘവത്തോടൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുമ്പോൾ ഇതൊരു സമരം നടത്തിയതിൻ്റെയോ ജലവീരം കയറ്റിയതിൻ്റെയോ കോളേജിനകത്ത് ആക്രമണം നടത്തിയതിൻ്റെയോ ഒന്നും കേസല്ല. രാഷ്ട്രത്തോട് തെറ്റ് ചെയ്തതിൻ്റെ കാര്യമാണ്. രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമുക്കെല്ലാം വേണ്ടിയിട്ട് ഇവിടെ നടന്ന ഒരു അഴിമതിയെക്കുറിച്ച്, ഒരു കുംഭകോണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ്. ഈ രാഷ്ട്രത്തിന് വേണ്ടി, അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ രാഷ്ട്രത്തോട് ചെയ്തൊരു തെറ്റാണ് ഈ ആൾക്കൂട്ടം കൂടിക്കൊണ്ട് കാറിന് പരിക്കേൽപ്പിച്ചത്. ഓൺ ഡ്യൂട്ടി ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കാർ, ചുവന്ന ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന കാർ, അത് ഈ രാജ്യത്തിൻ്റെ പൊതുസ്വത്താണ്. പൊതുമുതൽ നശിപ്പിക്കലാണ് അത് ചെയ്തത്. കാരണം ഡ്രൈവറും കാറും ഒക്കെ ശരിയാണ്, സ്വകാര്യമാണ്. പക്ഷേ അവർക്കുണ്ടാകുന്ന നഷ്ടം നികത്തേണ്ടത് അത് ഓൺ ഡ്യൂട്ടി ആയിട്ട് ഹയർ ചെയ്ത എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വേറിട്ടൊരു സാധനമൊന്നുമല്ല, നമ്മളെല്ലാം കൂടെ ചേരുന്നതാണ് ഈ ഗവൺമെൻറ്. ജനങ്ങൾ തന്നെയാണ് പരമാധികാരികൾ. ആ പരമാധികാരികളായിട്ടുള്ള ജനങ്ങളോട് ചെയ്ത ഒരു ക്രൂരമായ കുറ്റകൃത്യമാണ്. അതിലൊക്കെ ഇങ്ങനെ ജാമ്യത്തിൽ വിടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു പ്രോസിക്യൂഷൻ നടപടി അല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ കേരള പോലീസിന് ഇത് ആവശ്യപ്പെട്ടേ വിട്ടു. അതുകൊണ്ട് തന്നെയാണ് 9ാം പ്രതി പോയത്. 9ാം പ്രതി പോയപ്പോൾ ഈ കേസ് ദുർബലമാവുകയാണ് ചെയ്യുക. കാരണം ഇത്രയേ ഉള്ളൂ ഈ കേസെന്നുള്ള ഒരു ധാരണ ജനങ്ങളിലുണ്ടാക്കും. നീതി നടപ്പാക്കുക മാത്രമല്ല, നീതി നടപ്പാക്കി എന്നുള്ള ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കുകയും വേണം. അത് വളരെ പരമപ്രധാനമാണ്. ആ ഒരു ആംഗിളിലും ആ ഒരു പഴുതിലും ഈ പ്രോസിക്യൂട്ടർ പരാജയപ്പെട്ട പ്രോസിക്യൂട്ടർ തൽസ്ഥാനത്ത് നിന്ന് മാറണം. പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ മാറ്റണം എന്നുള്ളത് വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ആവശ്യമാണ്. കാരണം കേസിൽ പ്രോസിക്യൂഷനിൽ വെള്ളം ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ വെള്ളം ചേർക്കൽ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തോട് ചെയ്യുന്ന, നമ്മുടെ നിയമസംഹിത, ഭാരതീയ ന്യായ ശാസനയിൽ ചേർക്കുന്ന വെള്ളമാണ്. അങ്ങനെയൊക്കെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകും. തെറ്റുകൾ ആരും വീണ്ടും ചെയ്യാൻ പ്രേരിതരായി പോകും.
അവിടെ രാഷ്ട്രീയം നമുക്ക് നോക്കാൻ പാടില്ല. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാകാം, SFIയിൽ പ്രവർത്തിച്ചിരുന്ന ആളാകാം, ഏത് പാർട്ടിയിലും പ്രവർത്തിച്ചിരുന്ന ആളാകാം. അതൊക്കെ വേറെയാണ്. അത് മാറ്റി വയ്ക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയം നിങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള പ്രോസിക്യൂഷൻ ലെവലിലുള്ള പ്രൊസീഡിങ്സിനെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല. അപ്പോൾ അത് ശരിയായിട്ടുള്ള തീരുമാനമാണ് കേരള പോലീസ് പ്രൊഫഷണലായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ED അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചോദ്യം ചെയ്യലൊക്കെ വളരെ ഇപ്പം EDക്ക് എന്താ വട്ടുണ്ടോ അവിടെ വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ? പ്രമാദമായ കേസ് നിലവിലുണ്ടെന്നേ, കോടിക്കണക്കിന് രൂപയുടെ. അതിൻ്റെ ആ മൂലകാരണങ്ങളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിലേക്കും രാജ്യത്ത് നിന്ന് കരിമണൽ കടത്തിക്കൊണ്ടുപോയതിനെയും അത് മിസൈൽ പ്രൊപ്പൾഷന് വേണ്ടി ഉപയോഗിച്ചതിൻ്റെയൊക്കെ കാര്യങ്ങൾ വരികയാണ്. രാജ്യത്തെ കൊള്ളയടിച്ചതിൻ്റെ കേസ് വരികയാണ്. പബ്ലിക് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന കള്ളപ്പണ ഇടപാടിൻ്റെ കേസുകൾ വരികയാണ്. അതൊക്കെ സഹിച്ചുകൊണ്ട് ഈ രാഷ്ട്രം ഇരിക്കണമെന്നാണോ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ? രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെയും വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? കേന്ദ്ര ഗവൺമെൻറ്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അത് ഓരോ തരത്തിലും അതൊരു അൺപ്രൊഫഷണലിസം മാത്രമല്ല, അത് നിയമത്തിൻ്റേതായിട്ടുള്ള ഒരു അഴിമതി, അപാകം, അനോമലി സൃഷ്ടിക്കുകയാണ്. അങ്ങനെ അനോമലികളുമായിട്ടൊരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതാണത്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ലാഘവത്തോട് കാണാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഇതിനകത്ത് എന്താ പ്രതികൾക്ക് എന്താ ജാമ്യം കൊടുക്കാതിരുന്നത്? ആദ്യം ജാമ്യത്തിനപേക്ഷിച്ചു, മുൻകൂർ ജാമ്യത്തിനപേക്ഷിച്ചു. എന്താ കൊടുക്കാതിരുന്നത്? തെറ്റ്. കാരണം അത്രമാത്രം ഗൗരവമുള്ളൊരു കേസാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. പൊതു സിവിൽ ഉദ്യോഗസ്ഥരെ അവരുടെ ഡ്യൂട്ടിക്കിടയിൽ തടയുക എന്ന് പറഞ്ഞാൽ വലിയൊരു കുറ്റം തന്നെയാണ്. ആ സിവിലിയൻസ് എല്ലാം കൂടെ ചേർന്ന ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന ഒരു അതിക്രമമാണ്, കുറ്റകൃത്യമാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തുന്നത്. അതാണ്. മാത്രമല്ല, ഇതിലൊരു പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായ താൻ പ്രതിപക്ഷ നേതാവിൻ്റെ വീടിന് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ഉണ്ടായതെന്നും ആക്രമണത്തിൽ പങ്കാളിയായിരുന്നില്ല എന്നുമാണ് ഈ പ്രതികളിൽ ഒരാൾ ജാമ്യാപേക്ഷയിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അതിനെ വളച്ചൊടിക്കുകയാണ് അല്ലേ സാർ? വളച്ചൊടിക്കലല്ല, ഇതിനകത്തുള്ള പിന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇയാളെ എന്തിനാ പ്രതിയാക്കിയത്? ഇയാൾ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരാളിനെ പോലീസ് പ്രതിയാക്കിയെന്ന് വരില്ലേ? അപ്പോൾ കേരള പോലീസിന് ആഭ്യന്തരമന്ത്രിയെ, നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാവുന്നത്. ഇപ്പം പ്രതിയാക്കിയിരിക്കുന്നത് ED അല്ല. EDക്ക് അറിയില്ല, നിങ്ങളെ ആക്രമിച്ചു എന്ന് മാത്രമേ അറിയൂ. ഇത് അന്വേഷിച്ച് ഇവരൊക്കെ ആയിരുന്നു ഇത് ചെയ്തതെന്ന് കണ്ടെത്തിയ കേരള പോലീസിൻ്റെ പ്രൊഫഷണലിസത്തെ ചോദ്യം ചെയ്യുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അപ്പോൾ ഒന്നിൻ്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണിത്. ആ ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ടിരിക്കേണ്ട ഈ പബ്ലിക് പ്രോസിക്യൂട്ടറും പിന്നെ പോലീസും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിരിക്കുക. ഒരാൾ ശിക്ഷിക്കണം, ജാമ്യം കൊടുക്കരുതെന്ന് പറയുന്ന ആളിനെ മറ്റേ ആൾ എന്നിട്ട് ജാമ്യം കൊടുത്തു, കുഴപ്പമില്ല എന്ന് കോടതിയോട് പറയുക. അതിനാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരികയാണ്. രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് രണ്ട് തരത്തിലാണ്. അത് രാഷ്ട്രത്തിൻ്റെ ഇൻട്രസ്റ്റ്, ദേശത്തിൻ്റെ താല്പര്യത്തിന്, സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് നമ്മുടെ ഭാരതീയ ന്യായശാസ്ത്രയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന, വിള്ളൽ സൃഷ്ടിക്കുന്ന ഒന്നാണ്. അപ്പം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആ തൊഴിൽ തുടരാൻ അർഹയല്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഓരോരുത്തർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഞാനവിടെ ചന്തയിൽ പാളയം മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ വന്നതായിരുന്നു എന്നും പറഞ്ഞ് കല്ലെറിഞ്ഞ് പൊട്ടിച്ച് അയാളുടെ കണ്ണ് പൊട്ടിച്ച ആളിന് രക്ഷപ്പെടാറുണ്ട്. ദിസ് ഈസ് നോട്ട് ദ വേ എന്നുള്ളത് തന്നെയാണ്. അതങ്ങനെ തന്നെ വേണം. കടുത്ത ശിക്ഷ തന്നെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. ഇനി മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ ശിക്ഷ അതിനുണ്ടെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ നാളെ ഇതുപോലെ ED ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ CBIയോ വരുമ്പോൾ അവരെ ഇങ്ങനെ കായികമായിട്ട് അങ്ങ് ആക്രമിച്ചാൽ ഈ രാജ്യത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്തായിരിക്കും? നിങ്ങൾ പൗരന്മാർക്കാണെങ്കിൽ, ഇദ്ദേഹം ശരി പൗരനാണെങ്കിൽ പൗരൻ്റേതായിട്ടുള്ള കടപ്പാടുകളുണ്ട് രാജ്യത്തിനോട്, അവകാശങ്ങൾ മാത്രമല്ല. അത് മനസ്സിലാക്കാതെയുള്ള ഏത് പ്രവൃത്തിയെയും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത് ഫാഷിസമൊന്നുമല്ല, നിയമക്രമ സമാധാന നില നടപ്പാക്കുക എന്നുള്ളതാണ്. നിയമപാലനമില്ലാതെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഇവിടെ പ്രോസിക്യൂഷനും പോലീസും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ പോലീസിനിട്ട് ഭാര വെച്ചു പ്രോസിക്യൂട്ടർ എന്നുള്ളത് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു സത്യം. കോടതിക്ക് അത് പ്രോസിക്യൂട്ടർ പറയുന്നത് കോടതിക്ക് ചെവിക്കൊള്ളാതിരിക്കാനും പറ്റില്ല, സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല. കോടതി ഇത് കണ്ടിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കേണ്ടത് പ്രോസിക്യൂട്ടറാണ്. പ്രോസിക്യൂട്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആളാണ് പോലീസ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, ഇതിനിടയ്ക്കൊരു അവർ തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കേരള പോലീസ് എടുത്ത തീരുമാനം വളരെ ശരിയായിട്ടുള്ളതാണ്. ഇനിഷ്യലി അവർ കാണിച്ചത് തെറ്റാണ്. കേരള പോലീസ് ഇവരെ ഈ ആക്രമണത്തിൽ നിന്ന് തടയാൻ വേണ്ടി
പ്രൊഫഷണലായിട്ട് നേരിടുന്നതിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് പാരവയ്പ്പിൻ്റെ ഫലമായിട്ടാണെന്ന് പറയുന്നു. എന്തായാലും സ്ഥലം മാറ്റങ്ങളുണ്ടായതിൻ്റെ ഫലമായിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ കാരണം എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പോലീസ് ഉത്തരവാദിത്തമാണ്, പോലീസിന് തെറ്റുപറ്റി. പക്ഷേ ഇവിടെ പ്രോസിക്യൂഷന് തെറ്റുപറ്റിയിരിക്കുന്നു, പോലീസിന് തെറ്റുപറ്റിയിട്ടുമില്ല. പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അത് ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെ ആൾക്കാർക്ക് ശബരിമല കൊള്ളക്കേസിൽ ഇപ്പോൾ ഇങ്ങനെ ജാമ്യം കിട്ടി എല്ലാവരും പോയതുപോലെ. കാരണം എന്താ കാര്യം, 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തില്ല. ഓരോരുത്തരായിട്ട് ജാഥയായിട്ട് ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി. അവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ട് SITക്ക്, കേരളത്തിൻ്റെ SIT. അതായത് തെറ്റ് ചെയ്താലും അന്വേഷണം നേരാവണ്ണം പോയില്ല എങ്കിൽ പ്രതികൾക്ക് രക്ഷപ്പെടാം. ഇത് ഏത് കേസ് എടുത്താലും അല്ലേ, അങ്ങനത്തെ ഒരു സാഹചര്യം. ഇപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധപ്പെടുത്തിക്കോട്ടെ. അതായത് ഈ കൊലപാതകം അങ്ങനത്തുള്ള വാർത്തകൾക്ക് വരുമ്പോൾ മിക്കവരും ഇടുന്ന ഒരു കമൻറ്റിലൂടെ പറയുന്നതാണ്, നിയമത്തെ പേടിയില്ല എന്നതല്ല, പേടിക്കാനുള്ളൊരു നിയമം ഈ നാട്ടിലില്ല എന്നതാണ് ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥ എന്ന് പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെ പേടിക്കാനുള്ള നിയമത്തെ ആർക്കും പേടിയില്ല. എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ വലിയ ശമ്പളവും കൊടുത്തു ഉയർന്ന പോസ്റ്റിൽ ഡയറക്ടർ DGP എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ല, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അങ്ങർക്കും പ്രമാദം സംഭവിച്ചിട്ടുണ്ട്. ആസഫ് അലി നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ്. കാരണം ഈ പ്രോസിക്യൂഷൻ്റെ എല്ലാം മുകളിലിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഈ പ്രോസിക്യൂഷനെ നേരായ നിലയിൽ നിലനിർത്തുന്നതിൽ ഇങ്ങനെ പ്രമാദമായ കേസിൽ അദ്ദേഹത്തിന് ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ, ഇതെല്ലാവരും കൂടെ ചേരുന്നതാണ് നമ്മൾ ഈ വ്യവസ്ഥിതി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ക്രമസമാധാന നിലനിർത്താനുള്ള സംവിധാനങ്ങളാണ്, അല്ലാതെ രാഷ്ട്രീയം കളിക്കാനുള്ള സംവിധാനങ്ങളല്ല. അവരെല്ലാം ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിലേക്ക് വന്ന നമ്മുടെ അതിഥികളൊന്നുമല്ല, അവരുടെ ജോലി ചെയ്യാൻ വന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്യന്തികമായിട്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണല്ലോ. ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം അത് കൂടുതൽ രൂക്ഷമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രതിയെ വെറുതെ വിട്ടത്. അതിന് തയ്യാറായത് ഈ പ്രോസിക്യൂട്ടറാണ്. ആ പ്രോസിക്യൂട്ടർമാരുടെ എല്ലാം മുകളിലിരിക്കുന്ന ആരാണ്? അഡ്വക്കേറ്റ് ജനറലും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമാണ്, DGPയുമാണ്. അതാണ് ശരിയായിട്ടുള്ള DGP എന്ന് പറയുന്നത്. അവരൊക്കെ ഇങ്ങനെ പോസ്റ്റും പറഞ്ഞുകൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ശമ്പളം വാങ്ങിക്കേണ്ടവരല്ല. ഇങ്ങനെ ഉള്ള പ്രവണതകൾ തുടച്ചു നീക്കേണ്ടത് മുന്നേ കണ്ടറിയാനുമുള്ള ചുമതല കൂടി അവർക്കുണ്ടെന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള പരിജ്ഞാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം പരാജയം പറ്റിയിട്ടുണ്ട്. ഓരോ മന്ത്രിക്ക് പോയിട്ട് ഇവരെ എല്ലാം ഉപദേശിക്കാനൊന്നും പറ്റില്ല. ഇതിനാണ് ഓരോ പോസ്റ്റും കൊടുത്ത് ഓരോരുത്തർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ജാഗ്രത അവർ പുലർത്തണം എന്നുള്ളത് പറയേണ്ടതായിരുന്നു. ആ ജാഗ്രത ഉണ്ടായില്ല. ശ്രദ്ധക്കുറവ് അവിടെയും സംഭവിച്ചു. EDയെ സംരക്ഷിക്കുന്നതിൽ സംഭവിച്ച പോലെ ജാഗ്രത കുറവ് മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പുതിയ ഗവൺമെൻറ് വന്നതിൻ്റെ ആയിരിക്കാം, പിടിപ്പുകേടിൻ്റെ ആയിരിക്കാം. അവരത് തിരുത്തേണ്ടതാണ് ഇനിയുള്ള കാലങ്ങളിൽ. അങ്ങനെ ഓരോന്ന് തെറ്റുകൾ പറ്റിയാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ 1 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുള്ളൊരു ആനുകൂല്യം തീർച്ചയായിട്ടും അവർ അർഹിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി ശുഷ്കാന്തിയോടുകൂടി കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും, ജാഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ആദ്യ പാഠം 1-ാം ക്ലാസ് പാഠം ഒന്നായിട്ട് ഇത് മാറും എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും കരുതുകയാണ്. അപ്പോൾ എന്തായാലും പോലീസിൻ്റെ ആവശ്യം നടക്കുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ.